പവർ പാക്ക് എനർജി ഐറ്റാണ്. അയാള് ഭയങ്കര പോസിറ്റീവ് ആണ്. ഫുൾ പോസിറ്റീവ്. നമ്മളാകെ നെഗറ്റീവ് ആയിട്ടിരുന്നാലും ഫുൾ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാനുണ്ടാവും അവള്. പിന്നെ ഓൾ ഇൻ ഓൾ ആണ്. പിന്നെ കലാതിലകം, അതെ സ്കൂൾ മുതലേ തൊട്ട് കലാതിലകം, ആർട്സ്, ഡാൻസ് ഫുൾ എൻഗേജ് ടൈപ്പാണ് ആള്. നമ്മുടെ ഒരു ഹൈ എനർജി പാക്ഡ് ഒരു ലേഡിയാണ് നമ്മുടെ സ്വന്തം മനീഷ കുട്ടി. ഹരിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അനിയൻ എന്ന നിലയിൽ എനിക്കിപ്പോഴും അവൻ കല്യാണം കഴിക്കുന്നതായല്ല കഴിച്ചതായി എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോഴും എനിക്ക് ആ കുഞ്ഞനിയൻ തന്നെയാണ്. പിന്നെ അവൻ ഭയങ്കര ലവിങ് ആയിട്ടുള്ളൊരു പേഴ്സണാണ്. പിന്നെ എല്ലാവരെ പോലെയും പോരായ്മകളും ഉണ്ട്, ഇല്ലെന്നല്ല. ഞാൻ എന്നെ പൊക്കി പറയാന്ന് വിചാരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടും ഭയങ്കര എല്ലാവരോടും ഭയങ്കര സിൻസിയർ ആയിട്ടുള്ളൊരു വ്യക്തി തന്നെയാണ് എൻ്റെ അനിയൻ. ഞാൻ ഹരി 2017 തൊട്ടേ നല്ല ഫ്രണ്ട്സ് ആണ്. വി വർക്ക് ടുഗെദർ. ആക്ച്വലി വി ആർ ഫാമിലി ആയിട്ട് ഞങ്ങൾ റിലേറ്റഡ് ആണ്. ദെൻ വി വർക്ക് ടുഗെദർ. പിന്നെ എന്താണ് ലൈക്ക് എന്താ പറയുക, ബെസ്റ്റീസ് ആണ് ഞങ്ങള്. പിന്നെ എന്താ എപ്പോഴും ഒരുമിച്ചായിരിക്കും എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് സംഭവിക്കുന്നത്. ലൈക്ക് ഇഫ് വി ആർ ഡൗൺ, വി ബോത്ത് ആർ ഡൗൺ. സക്സസ് ആണെങ്കിലും എനിക്ക് ഒരുമിച്ചാണ്, എല്ലാം ഒരുമിച്ചാണ്. ബട്ട് നല്ലൊരു കമ്പാനിയനാണ് കിട്ടിയിരിക്കുന്നത്. മനീഷ ഇസ് എ ഗുഡ് ഗേൾ. പഠിച്ചത് B.Ed കഴിഞ്ഞ് ഇപ്പോൾ ടീച്ചിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതിന് കൂടെ ആയാലും ആള് ഈ ആർട്സ് ഒന്നും ആള് ഒരിക്കലും കൈവിടില്ല. പിന്നെ നമ്മുടെ ആൾക്കാരൊക്കെ അവള് ഗ്രൂപ്പ് ഭയങ്കര സോഷ്യലി എല്ലാവരുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആണ്. നമ്മുടെ നാട്ടില് പുള്ളിക്കാരി അറിയാത്ത ആരും തന്നെ ഉണ്ടാവില്ല. ലൈക്ക് അങ്ങനെ ഒരു എനർജി ലെവൽ, ഒരു പോസിറ്റീവ് വൈബാണ് പുള്ളിക്കാരി. അങ്ങനെ പിന്നെ ഹരിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ, ഹരി ഫുൾ അതെ ഭയങ്കര കാമാണ്. അതെ അതെ. എന്നാ എല്ലാവരോടും ഭയങ്കര പ്ലസന്റ് ആയിട്ട് ഇടപെടും. അതെ അച്ഛനമ്മയൊക്കെ ആയിട്ട് അവള് ചെറുപ്പത്തില് എന്താ പറയാ ഭയങ്കര കമ്പനിയാണ്. നമ്മുടെയൊക്കെ പോലെ ഒരു അറ്റാച്ച്മെന്റ് അല്ല, അവളൊരു വേറെ ലെവൽ അറ്റാച്ച്മെന്റ് ആണ് അച്ഛനമ്മയൊക്കെ. സോ ഗുഡ്. ഓക്കെ, കുറേ നാളായി ഇങ്ങനെ കല്യാണം പറഞ്ഞിരുന്നു. കല്യാണത്തിൽ നല്ല രീതിയിലൊക്കെ എല്ലാം നടന്നു. ഫാമിലി ഹാപ്പിയാണ്, ഞങ്ങളും ഹാപ്പിയാണ്. വിചാരിച്ച കല്യാണത്തിന് വേണമെന്ന് വിചാരിച്ച പല കാര്യങ്ങളും നല്ല രീതിയിൽ തന്നെ നടന്നു. അല്ലേ സുഖം? എനിക്ക് ഈ ഷൂട്ടിംഗ് ഷോ പറ്റി ഞാൻ നന്നായി പറയും. കല്യാണം നല്ല രീതിയിൽ നടന്നു. ഞങ്ങൾ ഇതേപോലെ ആഗ്രഹിച്ചിരുന്നൊരു ദിവസമാണ് ഇന്ന്. അത് ഞങ്ങൾ വിചാരിച്ച പോലെയൊക്കെ തന്നെ ഒരു 90% നല്ലോണം നടത്താൻ പറ്റി. ആൻഡ് മൈ വൈഫ് വാസ് സോ പ്രെറ്റി ടുഡേ. ആൻഡ് അതേപോലെ ഡാൻസ് പെർഫോമൻസും ബാക്കി എല്ലാ കോർഡിനേഷനും വെച്ചിട്ട് നല്ലൊരു കല്യാണമായിരുന്നു. ഞങ്ങൾക്ക് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എവറിത്തിങ് വെന്റ് ഗുഡ്. കാര്യം വന്നത് നമ്മൾ ഒരുപാട് നോക്കി ഒന്നും അങ്ങനെ ഒക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇത് ഈ ഇപ്പോൾ കേരള മാട്രിമോണിയിൽ നമ്മൾ നോക്കിയിട്ട് അത് ആ മാട്രിമോണി വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പ്രപ്പോസൽ വന്നത്. അവനത് ഇഷ്ടമായി. അവന് സംസാരിച്ചപ്പോൾ അവനെ പറ്റിയൊരു കുട്ടിയാണ് ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങൾ പോയി കണ്ടു. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ അവളെ ഞങ്ങളുടെ എൻ്റെ നാത്തൂനാക്കി ഇപ്പോൾ ഞങ്ങൾ. അപ്പോൾ നല്ല കുട്ടിയാണ് അവള്. ഞങ്ങളുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അച്ഛനും അമ്മയും മക്കളും വളരെ
ഭയങ്കര ജോളിയായിട്ട് ജീവിക്കുന്ന ഒരു വാല്യൂഡ് അഡീഷൻ ആയിട്ട് തന്നെ മാറും മനീഷ എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ അവള് വന്നുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഒരു മാറ്റങ്ങളും അങ്ങനെ വരുന്നില്ല. ഞങ്ങളെല്ലാവരും ഒരേപോലെ തന്നെ ഇപ്പോഴും തുടരുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. അപ്പൊ ഒരു അടിച്ചുപൊളി ലൈഫ് രണ്ടുപേർക്കും ഉണ്ടാവട്ടെ. സന്തോഷത്തോടെ ദീർഘായുസോടെ ആരോഗ്യ സത്യത്തോടെ ജീവിക്കട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ്. അച്ഛനമ്മ മാത്രമല്ല, എല്ലാ പാരൻസ് ലെവല് എൽഡർലി ടീമുകളോടൊക്കെ ഭയങ്കര ഒരു കണക്റ്റഡ് ആണ്. അങ്ങനെ പിന്നെ നമ്മുടെ കസിൻസൊക്കെ ആയിട്ട് എല്ലാവരും ചേർത്ത് പിടിക്കുന്ന ഒരു എല്ലാവരും വേണം, അങ്ങനെ എല്ലാവരും പിടിച്ച് ഒരു കോമൺ ഫാക്ടർ അവളാണ്. ലൈക്ക് ലെഫ്റ്റും റൈറ്റും ബാലൻസ് ചെയ്യുന്ന ഒരു ടൈപ്പാണ് നമ്മുടെ ലൈഫ് വെച്ച്. അതെ, മോട്ടിവേഷൻ എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ച് മോട്ടിവേഷൻ കൊടുക്കേണ്ടാത്ത ടൈപ്പാണ്. കാരണം ഞങ്ങള് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അവരിൽ നിന്ന് പഠിക്കാറ്. ലൈക്ക് അങ്ങോട്ടൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ഒരു ടൈപ്പല്ല അവര്. ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ഭയങ്കര കമ്പനിയാണ്. ഫസ്റ്റ് ടൈം തന്നെ ഞാൻ ആളെ മീറ്റ് ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ച ആളെ കുറച്ച് വെയിറ്റ് പിടിച്ചിരിക്കുന്ന ടൈപ്പാന്ന് വിചാരിച്ചത്. ഒരു സംസാരിച്ച് തുടങ്ങിയപ്പോൾ ഫുൾ എന്താ പറയാ ഭയങ്കര കമ്പനി ടൈപ്പാണ്. പിന്നെ ഫുൾ എനർജിയാണ് ആള്. മനീഷയ്ക്കും ഹരിക്കും ഞങ്ങളുടെ പാരന്റ്സ് വളരെ സപ്പോർട്ടീവ് ആയിരുന്നു ഫ്രം ദ വെരി ബിഗിനിങ്. ആക്ച്വലി മാട്രിമോണിയിലാണ് കണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെയാണ് ഇത് പ്രൊസീഡ് ചെയ്ത് ഫാമിലിയിലൊക്കെ റെഡിയാക്കിയത്. ആ ഒരു സപ്പോർട്ട് ഞങ്ങളുടെ പാരന്റ്സിൽ നിന്നുണ്ടായതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയതും എല്ലാം ഭംഗിയുടെ നടന്നത്. അവരും ഹാപ്പിയാണ്. അവരും എന്താ പറയാ കല്യാണം അവരെ കൊണ്ടാവുന്ന വിധം ഏറ്റവും നന്നായി നടത്തണമെന്ന് രണ്ട് ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവര് എല്ലാവരും നല്ല വൃത്തിയായിട്ട് തന്നെ വന്നു, നല്ല രീതിയിൽ ഒരുങ്ങി വന്നു. അതെ അതെ, ഹാപ്പി ആയിരുന്നു അവര്. അവരും 100% സാറ്റിസ്ഫൈഡ് ആണ് ഇന്നത്തെ ഒരു ഡേ. ചേട്ടൻ വാസ് മൈ എവറിത്തിങ്. ഓക്കെ, ചേട്ടനാണ് ഇത് മൂവ് ഓൺ ചെയ്യാൻ കാരണം. എൻ്റെ വീട്ടിൽ എൻ്റെ ചേട്ടനാണ്. ഓക്കെ, മൈ ബ്രദർ, മൈ വൺ ആൻഡ് ഓൺലി മൈ മിതുപ്പി. അവനെ കുറിച്ച് പറഞ്ഞാൽ കുറച്ച് ഇമോഷണൽ ആണ്, പക്ഷേ ഹീസ് മൈ എവറിത്തിങ്. ഓക്കെ, ഹീസ് മൈ സ്ട്രോങ്സ്റ്റ് പില്ലർ. സ്വത്തുവിൻ്റെയും നല്ലൊരു അളിയനായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഇൻ എവരി വേ. ഓക്കെ, നല്ലൊരു അളിയനെ കിട്ടട്ടെ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കിട്ടിയത് തന്നെ വിചാരിക്കുന്നു അല്ലേ സ്വത്തു? സിസ്റ്റർ ഇതേപോലെ തന്നെ എൻ്റെ ഒരു സ്ട്രോങ്സ്റ്റ് പില്ലറാണ്. സിസ്റ്റർ ആസ് വെൽ ആസ് എൻ്റെ ബ്രദർ ഇൻ ലോ രണ്ടുപേരും എൻ്റെ ഇതേപോലെ തന്നെ എന്ത് കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാൾക്കാർ. അപ്പോൾ അവരുടെ ഒരു ഹാർഡ് വർക്കും അവരുടെ ഒരു സ്നേഹമില്ലാതെ ഒന്നും മുന്നോട്ട് പെട്ടെന്ന് പോവില്ല. സോ അവരുടെ സപ്പോർട്ട് ഇസ് വെരി മച്ച്. I should say about my Indru also. Okay, എൻ്റെ ചേട്ടൻ്റെ വൈഫാണ് ഇന്ദ്രുവിൻ്റെ ഭാഗത്തു നിന്നാണ് ചേട്ടനെ ഒന്ന് പുഷ് ചെയ്യാനായിട്ടുള്ളൊരു സപ്പോർട്ട് ഉണ്ടായത്. ഓക്കെ, ചേട്ടനെ പറഞ്ഞൊന്ന് കൺവിൻസ് ആക്കിയത് എൻ്റെ നാപ്പം തന്നെയാണ്. അങ്ങനെ she was also beautiful, she was also happy today. அவர்களுக்குமே உன்முகம் கொண்ட இரு மகள்கள் அனைவரும் அழகிய சுய படங்களை எடுக்கவே பக்கத்துல நான் பாடுக்க வழி சொல்லம்மா. ரத்தத்துல பெத்தடு married life, Hari and Manisha. ദീമാ 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 ദീമാ. അപ്പൊ ഹരിക്കും മനീഷയ്ക്കും വിഷ് ദം എ വെരി ഹാപ്പി മാരീഡ് ലൈഫ്.